ഇനി കാനഡ ഇന്ത്യയിലോട്ട്, ഇന്ത്യയും കാനഡയും തമ്മിൽ ഒരു വലിയ വിദ്യാഭ്യാസ വിപ്ലവം തന്നെ ഉണ്ടാകാൻ പോവുകയാണ്. അതിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു തീരുമാനമായി കഴിഞ്ഞു. ഇന്നത്തെ നമ്മുടെ വീഡിയോ അത് എന്താണ് എന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ എത്ര പേര് ഈ ഒരു വാർത്ത അറിഞ്ഞു എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ഇപ്പോൾ അത് വെളിവരുന്ന ആ ഒരു വാർത്ത നമ്മളുടെ ഓരോ ഇന്ത്യക്കാരും, ഇനിയും വരാനിരിക്കുന്ന നമ്മുടെ ഇന്ത്യയിലെ ഓരോ പുതു തലമുറകൾക്കും ഒരു വലിയ സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ്. ഇന്ത്യയിലെ ഓരോ പ്രമുഖ യൂണിവേഴ്സിറ്റികളുടെയും മുഖച്ഛായ തന്നെ മാറാൻ പോവുകയാണ്. ഇനിയും ഇന്ത്യയിലെ ഓരോ പുതുതലമുറകൾക്കും പഠിക്കുവാൻ കഴിവുകളുണ്ട്. എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ള അനേക വിദ്യാർത്ഥികൾക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറാണ് ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ വരാനായിട്ട് പോകുന്നത്. അതിനായിട്ട് തന്നെ കനേഡിയൻ ഗവൺമെന്റ് $100 മില്യൺ ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ചെറിയ കാര്യമൊന്നുമല്ല. ഇന്ത്യയിലുള്ള പ്രമുഖ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ കാനഡയിലുള്ള പ്രമുഖ യൂണിവേഴ്സിറ്റിയും തമ്മിൽ ടൈപ്പ് ആകുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള അനേക ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഈ രാജ്യത്ത് കടന്നു വന്ന് അവർ പഠിക്കുവാനായിട്ട് വന്ന് അവർ അനുഭവിക്കുന്ന മാനസിക വേദനകളും സ്ട്രെസ്സും ഒറ്റപ്പെടലുകളും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളെ പിരിഞ്ഞുള്ളതായിട്ടുള്ള അവരുടെ വേദനകളും, ഇനി അങ്ങനെയുള്ള ഭാരങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക പോലും വേണ്ട. സ്വന്തം രാജ്യത്ത് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ, നിങ്ങളുടെ സ്വന്തം രാജ്യത്ത് തന്നെ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളാണ് ഇരു രാജ്യങ്ങൾ തമ്മിൽ ഒരുക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല 100% സ്കോളർഷിപ്പോടുകൂടെ, 100% സ്കോളർഷിപ്പോടുകൂടെ, 5 പൈസ പോലും ചെലവില്ലാതെ, ഒരു ബാങ്ക് ലോൺ പോലും എടുക്കാതെ, അതിൽ സമ്പത്തുള്ള ഒരു വ്യക്തിയാണോ സമ്പത്തില്ലാത്ത വ്യക്തിയാണോ ഇതൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾ പഠിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണോ, നിങ്ങൾക്ക് ഒരു പൈസ ചെലവില്ലാതെ നിങ്ങളുടെ സ്വന്തം രാജ്യത്ത് തന്നെ ഇവിടെ കാനഡയിലെ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സുകളും റിസർച്ചുകളും നടത്തി നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് കടക്കാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് പോകുന്നത്. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ വരെ ഇന്ത്യയിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ കാനഡയിൽ വന്ന് പഠിച്ചെങ്കിൽ ഇനിയും മുതൽ കാനഡയിലെ സായിപ്പന്മാരുടെ മക്കൾ ഇന്ത്യയിലെ പ്രമുഖ യൂണിവേഴ്സിറ്റിയിൽ വന്ന് പഠിക്കാനുള്ള എഗ്രിമെന്റിലേക്കാണ് ഇപ്പോൾ ഇന്ത്യയും കാനഡയും തമ്മിൽ വന്നിരിക്കുന്നത്. ഇന്ത്യയിലുള്ള പ്രമുഖ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർക്ക് ഡിഗ്രി ഉൾപ്പെടെ റിസർച്ച് ഉൾപ്പെടെ പല കോഴ്സുകൾ പഠിക്കാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റികൾ, നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം, ഇന്ത്യയുടെ കൾച്ചറിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള അനേക സായിപ്പന്മാരുടെ മക്കൾക്കും ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റിയിൽ കടന്നു വന്ന് ഇന്ത്യ എന്താണെന്ന് അറിയാനും മനസ്സിലാക്കാനുമുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇപ്പോൾ ഇന്ത്യയും കാനഡയും തമ്മിൽ തുറന്നു കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇന്നലെ വരെയും ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്താലും മാസ്റ്റർ ഡിഗ്രി എടുത്താലും നിങ്ങൾക്കറിയാമോ, ഈ കാനഡ എന്ന രാജ്യത്തിലേക്ക് നമ്മൾ പഠിക്കാൻ വന്നാലും PR എടുത്ത് വന്നാലും നമ്മളുടെ സർട്ടിഫിക്കറ്റിന് ഇവിടെ യാതൊരു വിലയുമില്ലായിരുന്നു. വീണ്ടും നമ്മൾ ഒന്നേന്ന് ആദ്യം മുതൽ ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി, ഇവിടുത്തെ ഒരു കോളേജിൽ നിന്ന് നമ്മൾ പഠിച്ചിറങ്ങിയാൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു ജോലിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പോലും നമുക്ക് പറ്റത്തുള്ളായിരുന്നു. ഇനിയിപ്പോൾ ആ കാലമൊക്കെ കഴിഞ്ഞു. ഇനിയും നമ്മളുടെ ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ കാനഡ ഗവൺമെന്റ് അംഗീകരിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടികൾക്കും ഒരു പ്രോസസ്സിങ്ങും ഇല്ലാതെ, ഒരു ഇവാലുവേഷനും ഇല്ലാതെ ഡയറക്റ്റ് ഇവിടെ കാനഡയിലേക്ക് നമുക്ക് PR ഉൾപ്പെടെ ജോലിക്ക് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ഇവിടെ കാനഡയിൽ വന്നാലും ഇനിയും അതിന്റെ പേരിൽ മറ്റൊരു എക്സ്ട്രാ ഡിഗ്രിയോ എക്സ്ട്രാ സർട്ടിഫിക്കറ്റോ എടുക്കേണ്ട ആവശ്യമില്ല. ഇനിയും ഇപ്പോഴത്തെ നിലയിൽ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു എഗ്രിമെന്റിൽ അവർ ടൈപ്പ് ആയിരിക്കുന്ന ആ പ്രമുഖ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ പറയുന്ന ലിസ്റ്റ് പ്രകാരം കാനഡയുടെ സൈമൺ ഫ്രേസർ യൂണിവേഴ്സിറ്റിയും ഇന്ത്യയുടെ ഹൈഡ്രജൻ അസോസിയേഷൻ ഓഫ് ഇന്ത്യ, രണ്ടാമത്തത് യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രേസർ വാലിയു, അതുപോലെ തന്നെ പഞ്ചാബ് യൂണിവേഴ്സിറ്റി, അൽഗോമ യൂണിവേഴ്സിറ്റി പ്ലസ് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി, ഡൽഹൌസ് യൂണിവേഴ്സിറ്റി പ്ലസ് SRM ഇൻസ്റ്റിറ്റ്യൂട്ട് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ചെന്നൈ, Dalhousie University plus Indian Council of Agriculture Research, University of Gulf plus Ob Jindal Global University, കാനഡയുടെ ബ്രോക്ക് യൂണിവേഴ്സിറ്റിയും ഇന്ത്യയുടെ ഓപ്പ് ഇൻഡാൽ യൂണിവേഴ്സിറ്റി, റോയൽ റോഡ് യൂണിവേഴ്സിറ്റി പ്ലസ്
ഓഫ് ജിൻഡാൽ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോ പ്ലസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോ പ്ലസ് ജിയ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ പറഞ്ഞതായിട്ടുള്ള കാനഡയുടെയും ഇന്ത്യയുടെയും യൂണിവേഴ്സിറ്റികൾ തമ്മിലാണ് ഇപ്പോഴത്തെ നിലയിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ എഗ്രിമെന്റിലായിരിക്കുന്നത്. ഇനിയും അതുകൂടാതെ കാനഡയുടെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് ഇന്ത്യയുടെ ഓഫ് ക്യാമ്പസിലേക്ക് വരാനായിട്ട് പോകുന്നത്? അത് ഡാൽ ഹൗസ് യൂണിവേഴ്സിറ്റി പാർട്ണർഷിപ്പ് വിത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, തിരുപ്പതിയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായിട്ടാണ്. അതുകൂടാതെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഇന്ത്യയിലെ ഈ രണ്ട് യൂണിവേഴ്സിറ്റികളിലായിരിക്കും അത് കനേഡിയൻ ഓഫ് ക്യാമ്പസ് ഇപ്പോൾ അവർ തുടങ്ങാനായിട്ട് പോകുന്നത്. അവിടെ പഠിക്കുന്നതായിട്ടുള്ള കുട്ടികൾക്ക് ഡയറക്റ്റ് കാനഡയിലേക്ക് അവർക്ക് ഈസി ആയിട്ട് അവർക്ക് PR-നും അതുപോലെ തന്നെ ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഒരു കാലമാണ് ഇനി മുൻപോട്ട് വരാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല, ഉദാഹരണത്തിന് നിങ്ങൾ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ. മുമ്പ് നമ്മൾ പറഞ്ഞ ആ ലിസ്റ്റിനകത്ത് SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ചെന്നൈയിലുള്ള SRM ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങളൊരു നേഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് തന്നെ ഡയറക്റ്റ്, അതായത് കാനഡയിലേക്ക് നിങ്ങൾക്ക് PR എടുത്ത് നിങ്ങളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള പദ്ധതികളും ഇപ്പോൾ കാനഡയും ഇന്ത്യ ഗവൺമെന്റും തമ്മിൽ എഗ്രിമെന്റിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു. ഇങ്ങനെയുള്ളതായിട്ടുള്ള വലിയ മാറ്റമാണ്, ഒരു വലിയ എഡ്യൂക്കേഷൻ വിപ്ലവം തന്നെയാണ് കാനഡയും ഇന്ത്യയും തമ്മിൽ വരും ദിവസങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത നമ്മുടെ ഒരു ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികൾക്ക് ഒരു വലിയ സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു വലിയ മാറ്റമായിരിക്കും ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. I am Senator Rexy Joy. Bye.